സാറേ, രാമായണം വായന ഒരു സിദ്ധ ഔഷധമായി എന്ന് ആ പ്രയോജനം ചെയ്യുന്നു പറയുന്നു. അതിനെക്കുറിച്ച് രാമായണം ഒരു ഒരു സിദ്ധൌഷധം എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ആത്മീയമായ ഉത്തേജനം ഉണ്ടാകുമ്പോൾ അത് ഈ ഔഷധമായി മാറിയിട്ടാണ് അത് ഉണ്ടാകുന്നത് തന്നെ. കാരണം രാമായണത്തിൽ അങ്ങനെയുള്ള തത്വങ്ങളൊക്കെ പഠിച്ചു വരുമ്പോൾ അപ്പോൾ ഇദ്ദേഹത്തിന് പ്രത്യേകമായ ഒരു ഊർജം അതിന് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകും. മനുഷ്യൻ മനസ്സിന്റെ ശക്തിയാണല്ലോ മനുഷ്യന്റെ ഊർജശക്തി. അപ്പോൾ അതിന് ഈ ആധ്യാത്മികമായ രാമായണ പാരായണം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈശ്വരന്റെ ശക്തിയും ചൈതന്യ ശക്തിയും ആധ്യാത്മിക ജ്ഞാനവും കൂടെ ഇവർക്ക് പ്രത്യേകമായ ഒരു 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 ഉന്മേഷം, അവരുടെ മാനസികമായ ഉത്തേജനം. അതിൽ കൃഷ്ണൻ പറയുന്നുണ്ട് പണ്ട് ഗീതയിൽ, ഉദ്ധരേത് ആത്മന ആത്മാനം ആത്മാനം അവസാധേ ആത്മൈവ ആത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന എന്നാണ് ഗീതയിൽ പറയുന്നത്. അപ്പോൾ ആത്മീയമായ ഉണർവ് ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തോട് വേറൊന്നും വേണമെന്നില്ല. ആത്മീയമായ അറിവ് എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം തന്നെ എല്ലാവരെയും, സമസ്ത ജീവജാലങ്ങളെയും ലോഷ്ടാശ്മ കാഞ്ചന തുല്യമതികളായിട്ട് വരണം. കാരണം മൺകട്ടയും സ്വർണവും കാഞ്ചനവും ഒരേപോലെ കാണുന്ന ഒരു മനോഭാവം ഒരു മനുഷ്യനുണ്ടായി കിട്ടിയാൽ ഇവന് പിന്നെ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ലോഷ്ടാശ്മ കാഞ്ചന തുല്യമതികൾ എന്ന് പറയുന്നത്, ലോഷ്ടാശ്മ കാഞ്ചനം വെച്ചാൽ മൺകട്ടയും സ്വർണവും ഒരേപോലെ ഒരേ വീക്ഷണത്തിൽ ഒരേപോലെ തന്നെയാണ് എന്നുള്ള മാനസികമായ നില കൈവരിക്കുന്ന ഒരു ശ്രീരാമൻ വസിക്കുന്ന അത്തരത്തിലുള്ള മനുഷ്യരുടെ ഹൃദയത്തിലാണെന്നാണ് പറയുന്നത്. ലോഷ്ടാശ്മ കാഞ്ചന തുല്യമതികളാം ശ്രേഷ്ഠമതികൾ പറഞ്ഞത് ശ്രീരാമൻ പറയുന്നത്. ലോഷ്ടാശ്മ കാഞ്ചന തുല്യമതികളാം ശ്രേഷ്ഠമതികൾ, ഇങ്ങനെയുള്ളവരുടെ മനസ്സിനകത്താണ് എന്റെ വാസം ശ്രീരാമൻ പറയുന്നുണ്ട്. ഇപ്പൊ സ്വയം അറിയുക എന്നുള്ളതാണ് രാമായണം കൊണ്ട് വായന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അറിയുക മാത്രമല്ല, മറ്റുള്ളവരെ ബഹുമാനിക്കുകയും കൂടെ വേണം. അങ്ങനെ വന്നാൽ മാത്രമല്ലേ തന്നെ അറിയുന്നതല്ല, മറ്റുള്ളവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരിത്. അങ്ങനെ ഒരു സാമൂഹ്യ ജീവിയല്ലേ. സാമൂഹ്യ ജീവിയാകുമ്പോൾ അങ്ങനെയുള്ള ആളുകളുമായിട്ടും സാത്വികന്മാരുമായിട്ടുള്ള ലയം ഉണ്ടാവണമല്ലോ. അതിലേക്ക് വേണ്ടി പ്രയോജനമുള്ളതാണ് രാമായണം.